ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. ഇപ്പോൾ ഈ വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വിൻ്റർ കഥ പറയാമെന്ന്. വേറൊന്നുമല്ല, ഇത് കഴിഞ്ഞ വർഷം വിൻ്ററിൽ സംഭവിച്ച ഒരു കഥയാണേ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ക്യാബിനാണ് ഡ്യൂട്ടിക്ക് പോകാറ്. അപ്പം പിന്നെ ഈ വിൻ്റർ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ മടി കൊണ്ടും സ്വതസിദ്ധമായ മടി കൊണ്ടും ഈ വിൻ്റർ ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും നമ്മൾ നമ്മുടെ സാധാരണ ഷൂസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വിൻ്റർ സമയത്ത് വിൻ്റർ ബൂട്ട്സ് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അത് നമ്മുടെ കാലിനെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, അതിന് നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ തെന്നി വീഴാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഇറങ്ങുന്നു, വണ്ടിയെ കയറുന്നു, ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു, അകത്തോട്ട് കയറുന്നു. അപ്പം അതിന് നമുക്ക് അധികം ഗ്രിപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇടാനുള്ള മടി. ഇപ്പം നമ്മൾ ഇതിട്ടുകൊണ്ടാണ് പോകുന്നത്, നമ്മൾ വിൻ്റർ ബൂട്ടായിട്ടുകൊണ്ട് പോകുന്നെങ്കിൽ അവിടെ ചെന്ന് ഊരണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ വർക്ക് ഷൂ ഇടണം. അപ്പം ഇതെല്ലാം മടിച്ചായി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ സാധാരണ വർക്ക് ഷൂസ് ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഓക്കെ, കുഴപ്പമൊക്കെ ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു രാത്രിയിൽ റോഡ് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ഭയങ്കര സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവത്തെ കയറാൻ സമയത്തും ഡോറിൽ നിന്ന് കുറച്ചൊരു 3-4 സ്റ്റെപ്പ് നമ്മൾ വെച്ചാലല്ലേ നമുക്ക് ടാക്സിയിൽ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് തന്നെ ഭയങ്കര സ്ലിപ്പറി ആയിട്ട് ഒരു വിധത്തിലാണ് ഞാൻ ക്യാബിൽ കയറിയത്. അത് കഴിഞ്ഞ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് കയറി പോകണം. നടന്നു പോയാലേ ഉള്ളൂ മെയിൻ ഡോറിലെത്തത്തുള്ളൂ. അപ്പം അവിടെ കൊണ്ട് ഇറക്കി പേ ചെയ്തു, വണ്ടി പോയി. ഞാൻ താഴെ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര സ്ലിപ്പറി. ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലൻസ് തെറ്റി താഴെ വീഴും. അങ്ങനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എന്തോ ആവശ്യത്തിനായിട്ട് പാരാമെഡിക്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് അവരുടെ ഹെൽപ്പ് ചോദിച്ചു. അവരോട് ഹെൽപ്പ് ചെയ്തപ്പം 3-4 പയ്യന്മാരുണ്ടായിരുന്നു. എന്നെ ഒന്ന് കൈ പിടിച്ച് ആ ഡോറ് വരെ ഒന്ന് എത്തിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരൊരാൾ കയ്യെ പിടിച്ച് എൻ്റെ കൈക്കും പിടിച്ച് ഡോറ് വരെ കൊണ്ട് എത്തിച്ച്. പിന്നെയുള്ള രാത്രികളിലൊക്കെ ചില സമയത്ത് ബൂട്ടിട്ടുകൊണ്ട് പോവും, ചില സമയത്ത് റണ്ണിങ് ഷൂ ആണ് ഇട്ടുകൊണ്ട് പോകുന്നെങ്കിൽ ക്യാബ് ഡ്രൈവേഴ്സിനോട് പറയും, ഞാൻ അവിടെ കയറി പോകുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എങ്ങാനും വീണാൽ ആരെങ്കിലും വന്ന് എടുക്കണ്ടേ. ആ രാത്രിയിൽ ഞാൻ 11:15 ചിലപ്പോൾ 11:45 ആവും ഞാൻ തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ആ സമയത്തൊന്നും അവിടെ എങ്ങും ആരും കാണത്തില്ല വെളിയിൽ. അപ്പോൾ എങ്ങാനും അവിടെ വീണ് കിടന്നു കഴിഞ്ഞാൽ ആരും എടുക്കാനും പോകുന്നില്ല, വരാനും പോകുന്നില്ല, ഒന്നുമില്ല. അപ്പം അവരോട് പ്രത്യേകം പറയും, ഞാൻ അവിടെ ചെല്ലുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേവ് ചെയ്യുമ്പോഴത്തേനെ പോകാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിൻ്റർ ആകുന്ന ഒരു സമയമായപ്പോഴേ ഇതറിയാവുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് നേരത്തെ പറഞ്ഞു, സിനി ഈ പ്രാവശ്യം റിസ്ക് എടുക്കരുത്, ഈ പ്രാവശ്യം വിൻ്റർ ബൂട്ട് തന്നെ ഇട്ടുകൊണ്ട് പോകണം. അപ്പം ഈ പ്രാവശ്യം നമ്മുടെ വർക്ക് ഷൂസ് ഞാൻ എൻ്റെ ലോക്കറിൽ വെച്ചിട്ട് എന്നും വിൻ്റർ ബൂട്ട് ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഇത്രയും നാളായിട്ടും തെന്നിയൊന്നും ഇല്ല. ഇനിയും ഒരു 1.5 മാസം കൂടെ വിൻ്റർ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ തണുപ്പ് രാജ്യങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഈ വിൻ്റർ സമയത്ത് വിൻ്റർ ബൂട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക വെളിയിൽ പോകുമ്പോൾ. കാരണം ഇറ്റ്സ് നോട്ട് സേഫ്. ഇപ്പോൾ ബ്ലാക്ക് ഐസ് ഉണ്ടല്ലോ, അപ്പം തെന്നാനുള്ള സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാൽ നടുവിനൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തെ റെസ്റ്റിന് ശേഷമൊക്കെ ഉള്ളൂ നമുക്ക് ജോലിക്ക് തിരിച്ച് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഹാപ്പി വിൻ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.